നമസ്കാരം. എൻ്റെ പേര് മുരളീധരൻ, മുണ്ടക്കാട്ടുമന. ഈ ക്ഷേത്രത്തിലെ ട്രസ്റ്റി ബോർഡിലെ ഇപ്പോഴത്തെ ചെയർമാനാണ്. രവിമംഗലം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതിപുരാതനമായ ഒരു പുരാതന ക്ഷേത്രമാണ് ഞങ്ങളുടെ ഈ ഗ്രാമത്തിലുള്ളത്. ഏകദേശം 1500-ലേറെ വർഷം പഴക്കം പറയുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ്. ഈ സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠയ്ക്ക് ഇരുവശത്തുമായിട്ട് മഹാദേവനും മഹാവിഷ്ണുവും ഉണ്ട്. ഇതുകൂടാതെ 10ഓളം ഉപദൈവ ആരാധനകളും ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. ഇതൊരു വലിയ ക്ഷേത്ര സമുച്ചയമാണ്. ഏകദേശം 2 ഏക്കറയോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്രക്കുളപ്പുരയും ഒരു വലിയ കുളവും ഈ സമുച്ചയത്തിലുണ്ട്. ഇവിടുത്തെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത് സാക്ഷാൽ ശ്രീധരൻ ചുമരത്തുമനയ്ക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം കൊട്ടിയൂർ ക്ഷേത്രത്തിലെയും തന്ത്രിയാണ്. ഇത് 3 ഇല്ലക്കാരുടെ ട്രസ്റ്റിഷിപ്പിലാണ് ഭരണക്രമം നടക്കുന്നത്. പാലുള്ളിമന, മുണ്ടേക്കാട് മന, പെരുമന മന, ഇങ്ങനെ 3 പുരാതന ഇല്ലക്കാരുടെ ട്രസ്റ്റിഷിപ്പിൽ ഇതിൻ്റെ ഡേ ടു ഡേ ഭരണക്രമം നടന്നു വരുന്നു. എന്നാൽ അതോടുകൂടി ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുമാണ്. ഈ ക്ഷേത്രത്തിലത്തെ പ്രധാന പ്രത്യേകത പറയാനുള്ളത്, അതിപുരാതനം എന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ചിത്രപ്പണികളും കൊത്തുപണികളും ഉള്ള ഒരു ക്ഷേത്രമാണിത്. ധാരാളം കൊത്തുപണികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുരാതന സ്വഭാവം നിലനിർത്താൻ വേണ്ടിയിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അടുത്ത കാലത്ത് ഇത് ഏറ്റെടുക്കുകയുണ്ടായി. ഒരുപാട് പഴയതായതുകൊണ്ട് ഇത് നിലനിർത്തി കൊണ്ടുപോവുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ സാമ്പത്തികമായും മറ്റും ശ്രമകരമായ കാര്യമാണ്. അത് ഒരു ചെറിയ ലോക്കൽ സമൂഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും അതേ പ്രതിഷ്ഠാ ക്ഷേത്രത്തിലും അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിലും സന്ദർശിക്കുന്ന ഓരോരുത്തരും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നതാണ് അതിൽ കാണുന്ന ചിത്രകലയും അതേപോലെ കൊത്തുപണികളും. വളരെ പുരാതനത്വമുള്ള ഇതിനെക്കുറിച്ച് പല വിദഗ്ധരും പറഞ്ഞത് ഇത് സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, നമുക്ക് ശ്രമകരമായ കാര്യമാണ്. എന്നാൽ ഇത്രയും പഴയതായതുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ പലതും ഇവിടെ അപ്ലൈ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് പറയാനുള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ഇവിടെ സ്ഥിരമായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഷഷ്ഠി ആഘോഷമുണ്ട്, ഷഷ്ഠി പൂജയുണ്ട്, അതേപോലെ കാവടി എടുക്കലുണ്ട്. അതേപോലെ പ്രധാന നിവേദ്യമായിട്ട് ഇവിടെ പ്രത്യേകം പറയുന്നത് കണ്ണീരാമൃത എന്ന് പറയുന്ന നെയ്യിൽ ഉണ്ടാക്കുന്ന അപ്പമാണ്. ഇത് വളരെ പ്രസിദ്ധിയുള്ളതാണ്. ഒരു കൂട്ടപ്പം എന്നാണ് പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. അതായത് 6 നാരായം അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടപ്പം നിവേദിച്ചാൽ കാര്യസിദ്ധി ഉറപ്പ് എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ഉത്സവമായ തൈപ്പൂയം, മകരത്തിലെ തൈപ്പൂയത്തിന്, അതേപോലെ ഈ നടുവിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമായ കുംഭത്തിലെ പൂയത്തില്, ഇതിലൊക്കെ വലിയ ഗംഭീരമായ ആഘോഷങ്ങൾ നടത്താറുണ്ട്. ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് ജനകീയ സഹായത്തോടു കൂടി ഇവിടെ പ്രവർത്തിക്കുന്ന സമിതികളാണ്. അത് സേവാസമിതിയുണ്ട്, മറ്റു കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മാതൃസമിതിയുണ്ട്. ഒരു കാര്യം ഞാൻ വിട്ടുപോയത് കൂടി സൂചിപ്പിക്കട്ടെ. ഈ ക്ഷേത്രത്തിനെ മുമ്മൂർത്തി ക്ഷേത്രം എന്നാണ് പഴയ റെക്കോർഡുകളിൽ കണ്ടിട്ടുള്ളത്. 3 പ്രധാന പ്രതിഷ്ഠ. എന്നാൽ ഇത് കൂടാതെ ഇതിനോടടുത്ത് കിഴക്കു ഭാഗത്തായിട്ട് ഒരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠ കൂടി വന്നിട്ടുണ്ട്. അത് പണ്ട് കാലത്ത് ഇവിടെ അടുത്ത് തന്നെയുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു റോഡ് പണിയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രതിഷ്ഠ ഗവൺമെന്റ് ബ്രിട്ടീഷ് സായിപ്പിന്റെ നിർദ്ദേശപ്രകാരം അത് അവരുടെ ചെലവിൽ ഇവിടെ അങ്ങനെ നമ്മുടെ കോംപ്ലക്സിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ആ പ്രതിഷ്ഠയിലാണ് പ്രധാനമായും പൂയാഘോഷത്തിലെ കാവടി എഴുന്നള്ളിപ്പും മറ്റും നടക്കുന്നത്.
ഞാൻ പ്രഭാകരൻ, ഈ ക്ഷേത്രത്തിലെ സേവാസമിതി എന്ന് പറഞ്ഞൊരു സമിതി നടപ്പുണ്ട്. അതിൻ്റെ പ്രസിഡന്റാണ്. നമ്മുടെ ട്രസ്റ്റി ചെയർമാൻ ശ്രീമാൻ മുരളീധരൻ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അടുത്ത് എരവിമംഗലം എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഒരു ക്ഷേത്രമല്ല, ഇതൊരു ക്ഷേത്ര സമുച്ചയമാണ്. ഇതിലെ നമ്മുടെ ചെയർമാൻ പറഞ്ഞ മാതിരി ബാലമുരുകനുണ്ട്, അത് കഴിഞ്ഞ് വേലായുധ സ്വാമി എന്ന് പറഞ്ഞ മൂർത്തി കൂടി ഉണ്ട്. മഹാദേവനും മഹാവിഷ്ണുവും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ സമുച്ചയത്തിലെ മൂർത്തികളാണ്, പ്രതിഷ്ഠകളാണ്. അതുകൂടാതെ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീരാമനും ബ്രഹ്മരക്ഷസും ഉണ്ട്. എല്ലാ മൂർത്തികളും ഇവിടുണ്ട്. നിങ്ങൾ ക്ഷേത്ര സേവാ സമിതി എന്ന് പറയുമ്പോൾ കാര്യമായിട്ടും ഇവിടെ നടക്കുന്ന ഉത്സവങ്ങളെ വേണ്ട വിധത്തിൽ കൊണ്ടു നടത്തുക, അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതുപ്രകാരം തന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവമായ വൈക്കൂയ മഹോത്സവത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം കാലത്ത് 7 മണി മുതൽ രാത്രി ഏതാണ്ട് ഒരു 12:30-1 മണി വരെ പ്രോഗ്രാം നടക്കലുണ്ട്. അതിൽ പലതും പുറത്തു വെച്ച് നടത്തുന്നുണ്ട്. ഉള്ളിലുള്ള, അതായത് ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾ കൂടാതെ തന്നെ പല കാര്യങ്ങളും ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സേവാസമിതിയാണ്.
പാലഭിഷേകം ഇതൊക്കെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. അതുപോലെ തന്നെ മകരമാസത്തിൽ തേക്കുകുളിക്കൽ, കാവടി എടുക്കൽ, അതുപോലെ തെക്കുന്നതൊക്കെ ധാരാളം ആളുകൾ വരാറുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് തെക്ക് വശത്ത് ഈ മഹാദേവന്റെ പ്രതിഷ്ഠ ഉണ്ട്. ഭദ്രകാളി, നന്ദികേശ്വരൻ എന്നിവ പ്രതിഷ്ഠകളുണ്ട്. വടക്ക് വശത്തായിട്ട് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉണ്ട്. അവിടെ വേട്ടക്കരൻ ഉപദേവനായിട്ടുണ്ട്. കിഴക്ക് വശത്തായിട്ട് പടിഞ്ഞാറ് തിരിഞ്ഞിരിക്കുന്ന വേലായുധ സ്വാമിയുടെ പ്രതിഷ്ഠ പഴനി ഊരികൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ്. ഞാൻ ഈ ക്ഷേത്ര സേവാ സമിതിയിൽ അനവധി വർഷമായി അംഗമാണ്, പ്രവർത്തിച്ചു വരുന്നു. മലപ്പുറം ജില്ലയിലെ വലിയ ഒരു ക്ഷേത്ര സമുച്ചയമായ ഈ എരയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഇവിടെ പ്രധാന ഉത്സവം മകരമാസത്തിലെ തൈപ്പൂയത്തിന് ഉള്ള ഉത്സവമാണ്. അതിനു പുറമെ ഇവിടെ ശിവരാത്രി മഹോത്സവം, അതുപോലെ തന്നെ അഖണ്ഡനാമജപയജ്ഞം വൃശ്ചിക മാസത്തിലെ 3-ാമത്തെ ശനിയാഴ്ചയാണ് എല്ലാ വർഷവും നടത്തി വരുന്നത്. ധാരാളം അയ്യപ്പ ഭക്തന്മാരും മറ്റ് ഭക്തജനങ്ങളൊക്കെ തന്നെ അതിൽ വളരെ അത്യുത്സാഹപൂർവ്വം പങ്കെടുത്തു വരാറുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശോഭായാത്ര നടത്തുന്നു. കൂടാതെ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കാറുണ്ട്. കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ, പാരായണ മത്സരം, പ്രശ്നോത്തരി മത്സരം ഒക്കെ നടത്തി വരുന്നുണ്ട്.